சிங்கம் வேட்டையாடும் போது காடை செழிப்பா இருக்குமா, அப்போது பசியோடு இருக்கும். മന്ത്രവാദി ശത്രുദോഷപരിഹാരാർത്ഥം സർവശത്രുനാശാർത്ഥം സർവശത്രുബന്ധനാർത്ഥം ബന്ധനാദയം എന്തായി? പറഞ്ഞ തുക മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് അമേരിക്ക പഠിക്കണം, അവിടെ തന്നെ ജോലി കിട്ടണം. അപ്പൊ ഈ തന്ന പൈസക്ക് നമുക്ക് 2 നരബലി നടത്താൻ പറ്റും. ഒരു 6 മാസം കഴിഞ്ഞ് നമുക്ക് 2 എണ്ണോടെ നടത്താം. അപ്പൊ മക്കൾക്ക് അവിടെ തന്നെ കല്യാണം കഴിക്കാം, അവിടെ സെറ്റിൽ ആവാം. അന്ന് 6 മാസം കഴിഞ്ഞില്ലേ ചെയ്യുന്നത്, അന്ന് റേറ്റിനൊക്കെ വ്യത്യാസം വരും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോണം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. എനിക്കും എന്റെ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടായ മാത്രം. ഹലോ, പറഞ്ഞോ. 8-ാം തീയതിയോ? നോക്കട്ടെ. 8-ാം തീയതി ഫ്രീ ആണല്ലോ. പിന്നെന്താ ചെയ്യാം? ചോര മാത്രം മതിയോ? മാംസം വേണോ? അല്ല, കൊന്നാ പാവം തിന്നാ തീരുന്നില്ലേ? മാംസം കൂടെ ഉണ്ടെങ്കിൽ അത്രയും കൂടെ ഫലപ്രദമാവും നമ്മൾ ചെയ്യുന്ന ക്രിയയൊക്കെ. അപ്പോൾ മാംസം കൂടെ എടുക്കാം അല്ലേ? ശരി. അപ്പോൾ വാട്സപ്പ് നമ്പർ അയക്കേ, ഞാൻ അങ്ങോട്ട് അയക്കാം. എൻ്റെ മെനു അങ്ങോട്ട് വിടാം, അതനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ ശരി. മനുഷ്യന്റെ മാംസമൊക്കെ തിന്നു. അതറിഞ്ഞൂടെ? നമ്മൾ നരബലിക്ക് ഒരു ശരീരം എടുത്തു കഴിഞ്ഞാൽ ആ ശരീരം എന്തൊക്കെ ചെയ്യാമോ അത്രത്തോളം ചെയ്യണം. ഈ മാംസം എടുത്ത് തിന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ചെയ്യുന്നതിന്റെ ബലം ഇരട്ടിയാവും. ആണോ? പിന്നല്ലാതെ. എന്നാ ഒരു 2 കിലോ ഇറച്ചി എനിക്ക് കൂടെ വേണം. അതിന്റെ പൈസ 2 കിലോ ഇറച്ചി. 2-2.5 തരാം. അപ്പോ നമ്മൾ പറഞ്ഞ കണക്ക് കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ ആണേ? സന്തോഷം. ആ പുല്ലം പോയ ഞാൻ കേട്ടം കട. ഞാന് എനിക്ക് വെളിയിലോട്ട് പോകാൻ പേടിയാ. അതുകൊണ്ടാ നരബലി ചെയ്യാൻ വന്നോനാ 6 മണി കഴിഞ്ഞപ്പോ മുറ്റത്തോട്ട് ഇറങ്ങാൻ പേടി. കൊള്ളാടെ. ആരും നരബലി നടത്താൻ പോകുന്നു ഞാനാ. മാമൻ പറഞ്ഞിട്ടല്ലേ മാമ ഈ തണ്ണിമത്തനെയും വെട്ടി ചോര ഒലിപ്പിച്ച് നാട്ടവരും കിടന്ന് ഞാൻ ഈ ഷോ എടുത്താൻ കാണിക്കുന്നത്. എന്റെ പൊന്നു മാമ, നരബലി എന്നും പറഞ്ഞ് മാമ ഈ കണ്ട നാട്ടുകാരെന്നെല്ലാം പൈസ പിടിക്കുന്നു. മാമന്റെ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് മാമനൊരു ബാഹുബലി കിട്ടാ മാമ. ബാഹുബലി? മാമ ബാഹുബലി അല്ല, ചത്ത് കഴിയുമ്പോഴേ ഈ വാഴയിൽ ഉരുട്ടി വെക്കത്തില്ലേ, ആ ബലിയുടെ കാര്യം ഞാൻ പറഞ്ഞു. എന്റെ പൊന്നു മാമ, മാമൻ ഈ നരബലിയൊക്കെ ചെയ്യോ മാമ? നിനക്ക് പ്രാന്താണോടാ? എടാ, ഈ നരബലിയൊക്കെ നടത്തിയവന്മാരെ ഇപ്പൊ ജയിലിലെ കമ്പിയിൽ സാൻഡ് പേപ്പർ ഇട്ടുകൊണ്ടിരിക്കുക. മരുമോനെ, എടാ ഈ മനുഷ്യനുള്ളിടത്തോളം കാലം ഈ ജാതി, പണം, അന്ധവിശ്വാസം ഇതെല്ലാം നിലനിൽക്കും. അപ്പം ഇതുപോലുള്ള സംഭവങ്ങളും നടക്കും. അതിനെ ചൂഷണം ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഇലനക്കി പട്ടിയുടെ ചിറുനക്കി പട്ടി. അത്ര തന്നെ. എന്റെ പൊന്നുവിനൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാനുള്ള സെറ്റപ്പ് അല്ല ഒരുക്ക്. നേരം വെളുക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണം. എവിടെ പോകാം മാമ? എടാ, നമുക്ക് അടുത്ത സൈറ്റ് വർക്ക് കൊടുക്കണ്ടേ? ഞാനൊന്നും വരുന്നില്ല മാമ റോളത്ത് കളിക്കാൻ. ഞാൻ വരുന്നില്ല. ഇത് റോളക്സോ മത്തങ്ങ വട്ടിലോ ഇറച്ചി ഈറ്റിയോ ഒന്നുമില്ല. നമ്മൾ പുതിയ വെർഷൻ തുടങ്ങി. അതെന്തൊരു വർഷം മാമ? നാളെ മുതൽ ഞാൻ വൈദ്യനും നീ ശിഷ്യനും. അത് കൊള്ളാലോ മാമ. കഷായത്തിന്റെ പരിപാടിയാ. കഷായോ? നല്ല നാടൻ കഷായം.